നമസ്കാരം. പലവിധ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI ഉപഭോക്താക്കൾക്ക് പുതിയ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന തട്ടിപ്പുകാർ വിളിക്കുകയും വ്യാജ നിയമ നടപടിയുടെ പേര് പറഞ്ഞ് കനത്ത പിഴ ഈടാക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തട്ടിപ്പ് രീതിയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് SBI. പ്രിയപ്പെട്ട SBI ഉപയോക്താവെ, തട്ടിപ്പുകാർ CBI അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരായി വേഷമിടുകയും നിങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നിയമ നടപടികളോ കനത്ത പിഴയോ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയേക്കാം. ഇത്തരം തട്ടിപ്പുകളെ സൂക്ഷിക്കുക എന്നതാണ് SBIയുടെ പുറത്തിറക്കിയ മുന്നറിയിപ്പ്. തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ എന്തൊക്കെ ചെയ്യണമെന്നും SBI വ്യക്തമാക്കുന്നുണ്ട്. ആദ്യത്തേത് ഉറവിടം സ്ഥിരീകരിക്കുക എന്നതാണ്. വിളിക്കുന്നയാളുടെയോ മെസ്സേജ് അയച്ചയാളുടെയോ ഐഡന്റിറ്റി എപ്പോഴും സ്ഥിരീകരിക്കണം. ഔദ്യോഗിക ഓർഗനൈസേഷനുകൾ സാധാരണയായി ഫോണിലൂടെയോ SMS വഴിയോ വീഡിയോ കോളിലൂടെയോ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല. ഒരു കാരണവശാലും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. നിങ്ങളെ ബന്ധപ്പെടുന്ന ഒരാളുമായി ഒരിക്കലും വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ പങ്കിടരുത്. അതേപോലെ ഭീഷണികളിൽ ഭയപ്പെടരുത്. നിയമ നടപടിയോ പിഴയോ ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ അത് പൂർണ്ണമായും വിശ്വസിക്കരുത്. നിയമാനുസൃത സംഘടനകൾ ഫോണിലൂടെ ഇത്തരത്തിൽ നടപടികളെക്കുറിച്ചോ പിഴയെക്കുറിച്ചോ സംസാരിക്കുകയില്ല. സംശയാസ്പദമായി തോന്നിയാൽ പോലീസിനെ അറിയിക്കണം. പിന്നെ സുരക്ഷാ ഫീച്ചറുകളും ഉപയോഗിക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 2 ഘട്ടങ്ങളിലായുള്ള സ്ഥിരീകരണങ്ങൾ ഉറപ്പുവരുത്തണം. ശക്തമായ പാസ്വേഡ് വേണം ഉപയോഗിക്കാൻ. ബാങ്കിംഗ് എളുപ്പവും സൗകര്യപ്രദവുമാക്കുന്നതിന് SBI ഉപഭോക്താക്കൾക്ക് വിവിധ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. SBIയുടെ യോനോ മൊബൈൽ ബാങ്കിംഗ് ആപ്പിന്റെ ഉപയോഗം സമീപ വർഷങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഉപയോക്താക്കളെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അക്കൗണ്ടുകൾ തുറക്കാനും വിവിധ ബാങ്കിംഗ് ഇടപാടുകൾ നടത്താനും അനുവദിക്കുന്നുണ്ട്. അതേസമയം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മൊബൈൽ നമ്പറുകൾ, ആധാർ നമ്പറുകൾ, പാൻ കാർഡ് നമ്പറുകൾ, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറുകൾ, OTPകൾ തുടങ്ങിയവ വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുതെന്നും ബാങ്ക് ഉപയോക്താക്കൾക്ക് മുമ്പേ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ അപകട സാധ്യതകളെക്കുറിച്ചും വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും SBI മുമ്പ് തന്നെ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സന്ദേശങ്ങളിലൂടെയോ ഇമെയിലുകളിലൂടെയോ അയക്കുന്ന ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുതെന്നും അജ്ഞാതരുടെ ഫോൺ കോളുകൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടിയായി വ്യക്തിപരമായ വിവരങ്ങൾ നൽകരുതെന്നും ബാങ്ക് ഉപയോക്താക്കളോട് നിർദ്ദേശിച്ചിരുന്നു. ജാഗ്രത പുലർത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷ തീർത്ത് അവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും സാധിക്കും.